നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയ ഡിഷുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മോമോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മാവ് കുഴച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ പൂരിക്കൊക്കെ കുഴക്കില്ല അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അടച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ മോമോസിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ സൈസിലുള്ള 2 ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് എന്തായാലും എല്ലില്ലാത്ത ചിക്കൻ പീസ് നിർബന്ധമാണ്. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ ചിക്കനെ ഞാനിതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വേവിക്കാത്ത ചിക്കനെ ആട്ടോ നമ്മളിതുപോലെ അരച്ചെടുക്കേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കനെ അരച്ച് വെച്ചു. ഇനി നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു പച്ചമുളകിന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ മോമോസിൽ പച്ചമുളക് യൂസ് ചെയ്യില്ല, പക്ഷേ ഞാൻ കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്. ഏത് വെജിറ്റബിൾ ഓയിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലായാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കിനി ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ അതെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ല കട്ടിയില്ലാതെ പരത്തി എടുക്കണം. മാക്സിമം കട്ടി കുറച്ചിട്ട് വേണം നമ്മളിതിനെ പരത്തി എടുക്കാനും. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു വലിയ ബോളാക്കിയിട്ട് വെക്കുകയാണ്. നമ്മളിതിനെ വലുതാക്കി പരത്തുക കേട്ടോ, കാരണം ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഷേപ്പിൽ കുഞ്ഞു കുഞ്ഞു ആക്കി പരത്തേണ്ട കാര്യമൊന്നുമില്ല. നല്ല വലുതായിട്ട് എത്രത്തോളം കട്ടി കുറക്കാൻ പറ്റും അത്രയും കട്ടി കുറച്ചിട്ട് വേണം നമ്മളിതിനെ പരത്തിയെടുക്കാൻ. അപ്പോൾ നമ്മൾ പരത്തിയെടുത്തു. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിൽ എന്തിൻ്റെങ്കിലും അടപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ എല്ലാത്തിനെയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇത് കട്ടില്ലാതെ പരത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രത്തോളം കട്ടി കുറയുന്നോ അത്രയും മോമോസിന് ടേസ്റ്റ് കൂടും. ഇനി ഞാനിപ്പോൾ ഒരെണ്ണ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് ഇതുപോലെ ഒരു സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഞാനിപ്പോൾ ഒരു കിഴിയുടെ രൂപത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷേപ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ ഞാനിങ്ങനെ ആക്കിയിട്ട് ഒരു കിഴി പോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് പല ഷേപ്പിലും നമ്മൾ മോമോസ് റെഡിയാക്കാറുണ്ട്. അതേപോലെ തന്നെ പല സൈസിലും ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കിയെടുത്തു. ഇനി ഇതിനെ എല്ലാം നമുക്ക് ഇതേപോലെ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ആദ്യം ഒരു 9 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. ആ സമയത്ത് ബാക്കിയുള്ളത് റെഡിയാക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റീം ചെയ്യാണ്ട് അത്രയും വലിയ പാത്രമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ താഴെ കുറച്ച് ഓയിലാക്കി കൊടുക്കണം കേട്ടോ. ഈ മോമോസ് വെക്കുന്നതിൻ്റെ താഴെ നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മോമോസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വല്ലാണ്ട് അടുത്ത് വെക്കാണ്ട് കേട്ടോ. അതുപോലെ ഒന്നിൻ്റെ മുകളിലൊന്നും വെക്കരുത്. ഇങ്ങനെ കുറച്ചടുത്ത് വെക്കാം. ഒട്ടിപ്പിടിക്കൊന്നുമില്ല, എന്നാലും ബൈ ചാൻസ് ഒട്ടിപ്പിടിച്ചാലൊന്ന് വെച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 25 മിനിറ്റോളം നമ്മളിത് സ്റ്റീം ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അത് സ്റ്റീം ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിനി ഇതിലേക്കുള്ള ഒരു സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 6 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ്, അതായത് ഒരു 5 മിനിറ്റ് ഇത് കറക്റ്റ് കിടന്ന് തിളക്കണം. എന്നാലേ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വറ്റൽമുളകൊക്കെ വരുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം നന്നായി തിളച്ച് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതിനെ അരച്ചെടുക്കണം. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചില്ലേ ഇപ്പോൾ തക്കാളിയും വറ്റൽമുളകും കൂടെ ഉണ്ടത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനെ നന്നായിട്ട് സോർട്ട് ചെയ്തിട്ട് ഇത് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. സോയ സോസിൻ്റെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തീരുമാനിക്കാം കേട്ടോ. സോയ സോസ് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ തീരുമാനിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതും മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ പുളിരസത്തിന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൽ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വരണം കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ അതുവരെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക, ഈ ഒരു പാകാവുന്നത് വരെ. അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി. ഇതായിപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഞാൻ വെച്ചതാണ് റെഡി ആയത്. ഇനി ഇതിന് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടെ റെഡിയാക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ചിക്കന് വേവുമോ ഇങ്ങനെ വെച്ചാൽ എന്നൊക്കെ. അപ്പോൾ ഇതാ നോക്ക്, ചിക്കനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാൻ. ഞാനത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ചിലർക്കത് കാണുമ്പോൾ വൈറ്റ് കളറിൽ കാണുമ്പോൾ മസാലയൊന്നും ചേർക്കാത്തല്ലേ, ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇതിലേക്ക് ഇതിൻ്റെ കൂടേണ്ടി സോസിൽ കൂട്ടിയിട്ട് കഴിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൽ കൂട്ടിയിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.